ചിത്തിര, ചോതി, വിശാഖം, അശ്വതി, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഓഗസ്റ്റ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ ഓരോ മാറ്റങ്ങളും അനുകൂലവും പ്രതികൂലവുമായ പല കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, ശക്തിയുടെയും ബുദ്ധിയുടെയും നേട്ടങ്ങളുടെയും എല്ലാം പ്രതീകമായ ബുധൻ്റെ മാറ്റങ്ങൾ ഓരോ രാശിയിൽ പിറന്ന വ്യക്തികൾക്കും വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച ബുധൻ നേർരേഖയിൽ സഞ്ചരിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ബുധൻ്റെ ഈ നേർഗതിയിലുള്ള സഞ്ചാരം ഏറ്റവും അധികം ബാധിക്കുവാൻ പോകുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന 3 രാശിക്കാരെ തന്നെയാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച ഈ 3 രാശിയിൽ പിറന്ന 9 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തെപ്പറ്റി വളരെയധികം പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ളവരാണെങ്കിലും ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ ഭയപ്പെടുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പരാജയം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ചെയ്യുവാൻ ഭയക്കുന്നവരുമാണ് നിങ്ങൾ. മാത്രമല്ല, ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭാവിയെ പറ്റിയുള്ള പല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിൽ തന്നെ പല ആളുകൾക്കും സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല എങ്കിൽ പോലും മനസമാധാനമില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റു ചിലർക്കാണെങ്കിൽ മനസമാധാനക്കേടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും എന്നുവേണ്ട പ്രശ്നങ്ങൾ പലവിധമാണ്. എന്നാൽ ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം നിമിത്തം ഈ ഓഗസ്റ്റ് 11-ാം തീയതി തിങ്കളാഴ്ച ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണുവാനുള്ള മഹാഭാഗ്യമാണ് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ സ്ഥിരമായി ഒരു ജോലിയില്ലാതെ അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കഴിയുന്നതോടെ നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യം ഫലത്തിൽ വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ ഓഗസ്റ്റ് 11-ാം തീയതി തിങ്കളാഴ്ച തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനും കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം വളരെ സന്തോഷത്തോടെ കുറച്ചധികം സമയം ചിലവഴിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം ചില ദൂരയാത്രകൾ ചെയ്യുവാനും ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുമൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കും ഇത് ഏറ്റവും നല്ല ഒരു സമയമായിരിക്കും. എന്നാൽ
തുലാം രാശിക്കാരായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് ഈ ഒരു ദിവസം അത്യാവശ്യമാണ്. അതൊഴിച്ചാൽ നിങ്ങൾക്ക് പൊതുവെ ശുഭകരമായ സമയമായിട്ടാണ് ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കാണുന്നത്. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, തുലാം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് 11 തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില തുകകൾ സമ്മാനമായി ലഭിക്കുകയും അത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ശുഭകാര്യങ്ങളുമെല്ലാം തന്നെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇനി രണ്ടാമതായി, ഈ ഓഗസ്റ്റ് 11 തീയതി തിങ്കളാഴ്ച ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. ഈ മേടം രാശിയിൽ പിറന്ന ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള വിഷമതകളും ചില ദുഃഖങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഭവിക്കുന്നത് കഷ്ടതകളും പ്രതിസന്ധികളും തന്നെയാണ്. കുടുംബത്തിലും ഒരു സമാധാനമില്ല, ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളിലും ഒരു ഉയർച്ച കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവിടരുത്. കാരണം ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 11 തീയതി തിങ്കളാഴ്ച ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൃഢനിശ്ചയത്തോടെ ചെയ്യുവാനും ജീവിതത്തിലെ പല കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ഒരു തീരുമാനമെടുക്കുവാനുമുള്ള മാനസിക ശക്തി നിങ്ങൾക്ക് കൈവരികയും ചെയ്യും. അത്തരത്തിൽ ചില കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കുവാൻ കഴിയുന്നതിലൂടെ മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുമുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 11 തീയതി തിങ്കളാഴ്ചയ്ക്ക് ശേഷം ചില പ്രത്യേക പരീക്ഷകൾ എഴുതുവാനിരിക്കുന്ന മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം ഏറ്റവും ഗുണകരമായിട്ടായിരിക്കും വരുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ആ പരീക്ഷ എഴുതുവാനും അതിൽ വിജയം കരസ്ഥമാക്കുവാനും കഴിയുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. മാത്രമല്ല, എന്തുകൊണ്ടും മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും മാനസിക സന്തോഷവും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ ഈ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വന്നു ചേരുവാൻ പോവുകയാണ്. ഇനി മൂന്നാമതായി, ഈ ഓഗസ്റ്റ് മാസം 11 തീയതി തിങ്കളാഴ്ച വളരെ വലിയ രീതിയിലുള്ള ചില ശുഭകാര്യങ്ങൾ ബുധൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇനി ജീവിതത്തിൽ അനുഭവിക്കുവാനായി ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ജീവിതത്തിൽ ജനിച്ചത് മുതൽ ഇന്ന് വരെ ഒരു തരത്തിലുള്ള സന്തോഷവും നേട്ടങ്ങളും അനുഭവിക്കുവാൻ കഴിയാത്ത വ്യക്തികളാണ് ഭൂരിഭാഗം ആളുകളും. എപ്പോഴും ജീവിതത്തിൽ കാര്യതടസ്സങ്ങളും ദൗർഭാഗ്യങ്ങളുമാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ എത്ര കഷ്ടപ്പാടിലൂടെയും മാനസിക വിഷമതകളിലൂടെയും
കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനവും ഉയർച്ചകളുമെല്ലാം വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. ഇതിൽ തന്നെ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാതെ എപ്പോഴും പരസ്പരം കലഹവും വാക്ക് തർക്കങ്ങളും സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുമായ ചില ഭാര്യ ഭർത്താക്കന്മാരും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങൾക്ക് പരസ്പരം ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതിന് സാധിക്കാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ മറ്റുള്ള ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ടും നിങ്ങൾ തമ്മിലുള്ള അകൽച്ച ദിനം പ്രതി വർദ്ധിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം 11-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒരു പരിഹാരം കാണുവാൻ നിങ്ങളാൽ കഴിയും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചില ബിസിനസ്സൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് 11-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ വരുമാന മേഖലയ്ക്ക് ആവശ്യമായ ചില വസ്തുക്കൾ വാങ്ങുവാനും ഇത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഓഗസ്റ്റ് 11-ാം തീയതി തിങ്കളാഴ്ച ധനുരാശിക്കാർ ചെയ്യുന്ന എന്തൊരു കാര്യമായിരുന്നാലും അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. ഇനി നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി പറയുവാനാണെങ്കിൽ ഇതിനു മുൻപ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത്. അപ്പോൾ എന്തുകൊണ്ടും ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടതകൾ ശമിച്ച് ഏറ്റവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില ശുഭകാര്യങ്ങൾ കാണുവാനുള്ള യോഗമാണ് ഈ ഓഗസ്റ്റ് 11-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് വരുവാൻ പോകുന്നത്. അതായത് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിയിൽ പിറന്ന 9 നക്ഷത്രക്കാർക്കും ഈ ബുധൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് ലഭിക്കുവാൻ പോകുന്നത് നേട്ടങ്ങൾ മാത്രമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.